മാരിവിൽ വർണ്ണം വിതാനിച്ച് ജർബറ പൂക്കൾ. ഇടിമിന്നലിൽ ചിന്നിച്ചിതറിയ മാരിവിൽ തുണ്ടുകൾ ഭൂമിയിൽ വീണ് പൂക്കളായി ഉണർന്നതാണോ എന്ന് തോന്നിക്കും ജർബറ പൂക്കളുടെ വർണ്ണവൈവിധ്യം കണ്ടാൽ. ടൺ കണക്കിന് ജർബറ പൂക്കൾ ദിനം പ്രതി ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ ഈ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് താനും. എങ്കിലും ജർബറ പൂക്കൃഷി ഏറ്റെടുത്ത് ചെയ്യാൻ ആരും തന്നെ മുന്നോട്ട് വരാറില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു പ്രഥമ സംരംഭം എന്ന് തന്നെ പറയാവുന്ന വെള്ളനാട് പഴയ വീട്ടുമൂഴിയിൽ സൗപർണികയിലെ CR രാധാകൃഷ്ണൻ നായരുടെ ജർബറ പൂക്കൃഷിയിലെ വിജയം ഏവർക്കും ശ്രദ്ധേയമാകുന്നതിൽ അത്ഭുതമില്ല. കൃഷിവകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സംയുക്ത സംരംഭത്തിലുള്ള ഹൈടെക് ഫാമാണ് രാധാകൃഷ്ണൻ നായരുടെ രാമഗിരി ഫാം. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ രാധാകൃഷ്ണൻ നായർ. അദ്ദേഹം പോളി ഹൗസിൽ ജർബറ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2014 ഇതിവിടെ തുടങ്ങിയത്. വളരെ നല്ല രീതിയിൽ ഈ കൃഷി ഇവിടെ നടത്തി വരുന്നു. ഇത് പലർക്കും ഒരു മാതൃകയായിട്ട് എടുക്കാൻ ഒരവസരമാണ്. നല്ല രീതിയിലും നല്ല ആദായകരമായും കൃഷി ചെയ്യുന്ന ശ്രീ രാധാകൃഷ്ണൻ നായരോട് നമുക്ക് ഇതിൻ്റെ കൃഷി വിവരങ്ങൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കാം. ഇത് 2014 സെപ്റ്റംബറിലാണ് ഈ പ്ലാന്റ് ഇവിടെ ആദ്യമായിട്ട് പ്ലാന്റ് ചെയ്തത്. ജർബറ കൃഷി ചെയ്യാനുള്ള താല്പര്യം ജനിച്ചത് എങ്ങനെയാണ്? ഇത് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് തുടങ്ങിയത്? അല്ല, അത് വ്യാപകമായിട്ട് അന്വേഷണം നടത്തുകയും മറ്റുള്ള പോളി ഹൗസിലെ ഈ പച്ചക്കറി കൃഷിക്കാരനുഭവിക്കുന്ന മാർക്കറ്റിംഗ് ചില ബുദ്ധിമുട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ പച്ചക്കറിയെ സംബന്ധിച്ച് 3 മാസത്തിലൊരിക്കൽ ഈ കൃഷി മാറേണ്ട അവസ്ഥ. അപ്പോൾ അതെല്ലാം കൂടെ പരിഗണിച്ചാണ് ജർബറ പ്രയോഗിച്ചു നോക്കാം എന്ന് വിചാരിച്ചത്. ഇത് എത്ര വർഷം വരെ ഇതിന് നമുക്ക് നിലനിർത്താൻ കഴിയും? ഇത് 5 വർഷം വരെ, നന്നായിട്ട് പരിപാലിച്ചാൽ 7 വർഷം വരെ പൂക്കൾ കിട്ടും. 5 വർഷമാണ് അവർ കമ്പനിയും അതുപോലെ തന്നെ ഇതിനുള്ള ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇതിന് ഉറപ്പ് പറയുന്നത്. 5 വർഷം ഫ്ലവർ ചെയ്ത് കിട്ടുമെന്നാണ്. 10 സെന്റ് വിസ്താരമുള്ള പോളി ഹൗസിൽ ഓരോ അടിപ്പൊക്കത്തിൽ 7 ബഡുകളിലായാണ് രാധാകൃഷ്ണൻ നായർ ജർബറ കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോ ബെഡിലും 2 വരികളിലായി 1.5 അടി അകലത്തിൽ തൈകൾ നടാം. ഒരു വരിയിൽ 80 തൈകൾ. പോളി ഹൗസ് നിർമ്മാണത്തിന് വേണ്ടതായ 6 ലക്ഷം രൂപ ചെലവ് കഴിച്ചാൽ തൈവില ഉൾപ്പെടെയുള്ള നടീൽ വസ്തുക്കൾക്കെല്ലാം കൂടി 1.5 ലക്ഷത്തോളം രൂപ പ്രാഥമിക ചെലവ് വേണ്ടിവരും. പൂനെയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ടിഷ്യൂ കൾച്ചർ തൈകളാണ് ആദ്യത്തെ നടീലിന് ഉപയോഗിച്ചിട്ടുള്ളത്. ട്രെയിൽ വന്നിട്ട് ഇത് നാച്ചുറൽ കണ്ടീഷനിൽ ചെടി എക്സ്പോസ് ചെയ്ത് വച്ചേക്കരുതെന്ന് കമ്പനി നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെടി പോളി ഹൗസിനകത്ത് ട്രെയിൽ സൂക്ഷിക്കുകയും ഒരു 2 ദിവസത്തിനകം തന്നെ പ്ലാന്റ് ചെയ്ത് തീർക്കുകയും ചെയ്തു. ഇത് പിന്നെ നമ്മൾ പുസ്തകങ്ങളിലൂടെ നേടിയ അറിവുകളും പിന്നെ ഈ കമ്പനിയുടെ എക്സ്പോർട്ടിനുള്ള കാര്യങ്ങളും പിന്നെ ഈ കൃഷി വിദഗ്ധന്മാരും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഇതിനകത്ത് ഇത് വളരെ ആത്മാർത്ഥയോടെ ചെയ്യുന്ന ഇതിലെ ഓരോ കാര്യങ്ങളിലും ഒരു അണുവിടെ വിടാതെ, കാരണം ഇതിനൊരു ചാർട്ടുണ്ട്. ഈ ചെടി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും അനുവർത്തിക്കേണ്ട ഒരു ചാർട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ ഒരു 15 ദിവസം, പിന്നീടുള്ള 15 ദിവസം, പിന്നീടുള്ള 15 ദിവസം, അങ്ങനെ ഗഡുക്കളായിട്ട് അതനുസരിച്ച് പീരിയോഡിക്കലായിട്ട് അത് ഫോളോ ചെയ്തു. കൃഷിഭവന്റെ സഹായം ഉണ്ട്. ഈ സ്റ്റേറ്റ് ഹോർട്ടിക്രോപ്പ് മിഷന്റെയും കൃഷിഭവന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്ത സംരംഭമായിട്ടാണ്. ഇതിൻ്റെ സബ്സിഡി കൃഷി വകുപ്പും
ഹോർട്ടിക്രോപ്പ് മിഷനും ചേർന്നാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ എയ്ഡ് തരുന്നത് ഇവിടെയുള്ള ഈ മറ്റ് സഹായങ്ങളും ടെക്നിക്കൽ പിന്നെ സഹായമൊക്കെ ചെയ്യുന്നത് വെള്ളനാട് കൃഷിഭവനും കാട്ടാക്കട ADD അഡീഷണൽ ഡയറക്ടർ ഓഫീസുകളും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ജില്ലാ ഡയറക്ടർ ഓഫീസിൽ നിന്നുള്ള സഹായങ്ങളും ഇതിൻ്റെ ഉപദേശങ്ങളും ഒക്കെ കിട്ടുന്നത്. ജർബറ കൃഷിയുടെ പരിപാലന സംബന്ധമായ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് രാധാകൃഷ്ണൻ നായർക്ക് സഹകാരിയും സഹായിയുമാണ് രജീഷ്. ഒപ്പം കൃഷ്ണൻ നായരും. ഇതിൽ 7 പൂക്കളാണ് സാധാരണ നിൽക്കുന്നത്. കാര്യം ഇതിൻ്റെ ചുവടിൽ 7 തൈകളുണ്ട്. ഇതിന് 2 മാസം കഴിയുമ്പോൾ 14 മാറും. അപ്പോൾ ഓരോന്നിൻ്റെ അടുത്ത് വേറെ പുതിയ തൈകൾ വരുന്നുണ്ട്. ഇതിൽ ഫ്ലവർ ഇല്ല. ഇത് ഈ തൈ അടുത്ത് ഇതുപോലെ അകലം വരുമ്പോൾ ഈ സൈഡിലേക്കുള്ള പൂവുകളെല്ലാം കൂടി വരും. അപ്പം ഈ പ്ലാന്റ് അങ്ങോട്ട് ചരിഞ്ഞു കൊടുക്കും, ഈ പ്ലാന്റ് ഇങ്ങനെ ചരിയും. അപ്പോൾ ഈ പൂവിലുള്ള ഞെരുക്കം മാറും. പിന്നെ ഒരു പ്ലാന്റിൽ 18 ഇലയെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന പ്ലാന്റ് ഇലകളെല്ലാം താഴേക്ക് ഇങ്ങനെ അഴുകി മാറിക്കൊണ്ടെങ്കിരിക്കും. മാക്സിമം 18 ഇലകളെ കാണുള്ളൂ. ഇതിൻ്റെ ചുവട്ടിലാണ് സാധാരണ തൈ പൊടിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ലീഫുകളെല്ലാം നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ച ശേഷം ഈ ഒരു തൈയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇച്ചിരി മണ്ണെടുക്കും, ഇങ്ങനെ മാറ്റി ചുവടോടെ തന്നെ മണ്ണ് കുറച്ചൊന്ന് സ്റ്റോർ ചെയ്യും. അവിടെ വെച്ച് തന്നെ ഒന്ന് പ്രസ്സാക്കുമ്പോൾ അതിനുള്ള മണ്ണും എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റാണ് 6 മാസം കൊണ്ട് 4-5 പ്ലാന്റായി ഒത്തിരി പൂവ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ ഡയറക്റ്റായിട്ട് നമ്മൾ വയ്ക്കത്തില്ല. ഈ പൂവ് ചെടി എടുത്തിട്ട് ചെറിയ പോട്ടിൻ്റെ അകത്താക്കി വലിയ വെയിലടിക്കാതെ 3 പ്രാവശ്യം ചെറുതായിട്ട് ലൈറ്റായിട്ട് പൂവാലിക്ക് വെള്ളം കൊടുത്ത ശേഷം അത് 14-15 ഇല ഇതിൽ വരും. 2 മാസം നമ്മൾ വൃത്തിയായും വേറെ ഒരു കേട് കൂടാതെ ഒരു ഫംഗസോ ബാക്ടീരിയയോ ഒരു ഇൻഫെക്ഷനും കൂടാതെ നമ്മളതിനെ ക്രമീകരിച്ച ശേഷം ഇതിൻ്റെ സൈഡിൽ 2 ബെഡ് ആദ്യം വരും. അതായത് ഇതുപോലെ സക്കേഴ്സ് ഉണ്ടാവും. സൈഡിലുള്ള പൂവ് ഇതുപോലെ പൂവ് വരും. ചെറിയ മുട്ട് വരുമ്പോൾ ഈ മുട്ടിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ ഇതിന് കറക്റ്റ് 18 ഇലയാവും. ഈ 18 ഇല ശേഷം ഇവിടെ ഒരു പ്ലാന്റ് പോയ പ്ലാന്റാണ്, ഫംഗസ് വന്ന് പോയതാണ്. അതിന് നമ്മൾ ഒരു കുഴിയെടുത്ത് കൂടുതൽ ആഴത്തിൽ നമ്മൾ ഇതിൽ കുഴിയെടുത്ത് വയ്ക്കാറില്ല. കൂടുതൽ ആഴത്തിൽ വെച്ച് കഴിഞ്ഞാൽ നീർത്താഴ്ച കൂടുതൽ, അത് വെള്ളം കെട്ടിക്കിടന്ന് ഫംഗസ് രോഗത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നാളെയാണ് പ്ലാന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് നമ്മൾ കുഴിയെടുത്ത് ആദ്യം ക്ലിയർ ചെയ്ത് വയ്ക്കും. അതിനുശേഷം ബ്ലീച്ചിങ് പൗഡറും ആട്ടും കാഷ്ടവും വേപ്പമുണ്ണാക്കും ഉണങ്ങിയ ചാണകവും കൂടെ ഇട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട ശേഷം ഇതിൻ്റെ പുറത്ത് ഉമ്മിയായിരുന്നാലും കുഴപ്പമില്ല, മരപ്പൊടിയായിരുന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് കുറച്ച് സാധനം ഇട്ട് ഞാനൊന്ന് പൊത്തി വയ്ക്കും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ 2 ദിവസം സമയം കൊടുക്കും. അപ്പോൾ കംപ്ലീറ്റ് ബാക്ടീരിയ ബ്ലീച്ചിങ് പൗഡറിൻ്റെ വളരെ ഡൈല്യൂട്ടായിട്ട് കുറച്ച് ഇടാൻ പാടുള്ളൂ. ബ്ലീച്ചിങ് പൗഡറിനുകൊണ്ട് എല്ലാം ക്ലിയറാകും. അതിനുശേഷം വീണ്ടും നമ്മൾ കുഴിയെ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ 2 മാസം പ്രായമുള്ള ആ ചെടിയെ വളർത്തി 2 മാസം പ്രായമാകുമ്പോൾ പ്ലാന്റ് ചെയ്ത ശേഷം ചുവടിൽ മാത്രം ശകലം മണ്ണ് നനച്ചു കൊടുക്കും. ഈ സൈഡ് ഇലകളുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചൂട് കൂടാതിരിക്കും ചുവട്ടിൽ ഇങ്ങനെ നനച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ഉണങ്ങിയ കരിയില 2-3 എടുത്ത് വെച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ മർജൻ ഷീറ്റായിരുന്നാലും കുഴപ്പമില്ല. അതിനുശേഷം 2 ദിവസം നമ്മൾ പൂവാലിക്ക് വെള്ളം നനച്ചു കൊടുക്കും. അതിനുശേഷം നോർമൽ പോലെ വരും. ബാക്ടീരിയ നാശനത്തിനായി നേരിയ തോതിൽ ബ്ലീച്ചിംഗ് പൗഡർ തൈ നടുന്ന സമയത്ത് മണ്ണിൽ ഉപയോഗിക്കുന്നു. ആട്ടിൻ കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, വെർമി കമ്പോസ്റ്റ്, ജീവാമൃതം തുടങ്ങിയ ജൈവ വളങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 7 ഇനം തൈകളാണ് ഇപ്പോഴുള്ളത്.
പൂക്കൾ നനയുന്നത് നല്ലതല്ലാത്തതിനാൽ ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ രീതി ഇവിടെ അവലംബിച്ചിരിക്കുന്നു. ജലത്തിൽ അലിയുന്ന ജൈവവളവും ഇതുവഴി ചെടികൾക്ക് നൽകുന്നുണ്ട്. വെഞ്ചുറി മുഖേനയാണ് ഫെർട്ടിഗേഷൻ. ഇതിപ്പോൾ ഓൾ 90 എന്ന് പറയുന്ന സാധനം 3 ഓൾ 90 NPK ആണ്. അതായത് ഇപ്പോൾ 2800 പ്ലാന്റ് ഉണ്ട്. 1/2 കിലോ വളമാണ്. സാധാരണ 500 ഗ്രാമാണ് നമ്മൾ ഡെയിലി കൊടുക്കില്ല. ഒരാഴ്ചയിൽ 2-3 ദിവസം വെച്ചാണ് ഇത് കൊടുക്കുന്നത്. ചില ദിവസം 2 കൊടുക്കും. പൂവിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് കൃത്യമായി ഇത് രാസവളമായിട്ട് ഇത് മാത്രമാണ് കൊടുക്കുന്നത്. ഇതാണ് വെഞ്ചർ യൂണിറ്റ്. വെള്ളനാട് കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഷൈനി KR. അന്തരീക്ഷ താപനില നിയന്ത്രിക്കുന്നതിനു വേണ്ടി നിയന്ത്രിതമായ അളവിൽ ഫോഗർ ഉപയോഗിക്കുന്നുണ്ട്. സമയാസമയങ്ങളിൽ അതീവ ശ്രദ്ധ ഇതിനു വേണം. തൈകൾ നട്ടുകഴിഞ്ഞാൽ 7 മാസത്തോളമാകുമ്പോൾ പൂവുകൾ പറിച്ചു തുടങ്ങാം. 3 ദിവസം വീതം കൂടുമ്പോൾ പൂക്കൾ പറിക്കാമെങ്കിലും ആഴ്ചയിലൊരിക്കലാണ് ഇവിടെ പൂക്കൾ പറിക്കുന്നത്. പറിക്കാൻ പാകമായ പൂവിന് 4 തട്ട് പൂവിതളുകൾ കാണും. പുലർച്ചെ സൂര്യവട്ടം ശക്തി പ്രാപിക്കുന്നതിനു മുമ്പ് പൂക്കൾ പറിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തണ്ടുവാടും. പറിച്ചു കൊണ്ടുവരുന്ന പൂക്കളെ സൂക്ഷ്മതയോടെയാണ് പാക്ക് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ രാവിലെ ഒരു സൂര്യപ്രകാശത്തിന് മുമ്പ് പൂവ് ഹാർവെസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വച്ചിട്ട് ഓരോ പൂവും എടുത്തിട്ട് 4x3 കവറുണ്ട്, PP കവർ, കുറച്ചുകൂടെ പിന്നെ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ, അതിലേക്ക് ഈ ബഞ്ച് കട്ട് ചെയ്ത് ഇതുപോലെ കവറിലാക്കുന്നു. പൂവുകളുടെ പാക്കിംഗ് ചുമതല കൃഷ്ണൻ നായരുടെ ഭാര്യ ഉഷയ്ക്കാണ്. 10 പൂക്കൾ വീതമുള്ള ബഞ്ചുകളാക്കി ഒരേ നീളത്തിൽ തണ്ട് മുറിച്ച് മാറ്റിൽ ഭദ്രമായി നിരത്തിവെച്ച് ആവശ്യാനുസരണം എടുത്ത് വിപണിയിൽ എത്തിക്കുന്നു. ഇത് ഓരോ ബഞ്ചായിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ബഞ്ച് എടുത്തിട്ട് ഈ സ്റ്റെമ്പ് ഒരു ലെവലിൽ കട്ട് ചെയ്യും. ഒരു ലെവൽ എല്ലാ സ്റ്റെമ്പിലും വെള്ളത്തിൻ്റെ സ്പർശം കിട്ടാത്ത രീതിയിൽ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ബക്കറ്റിനകത്ത് ആ ടിപ്പ് മാത്രം മുങ്ങത്ത കരുതി സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു 15 ദിവസം വരെ ഈ പൂവ് ഒരു കേടും കൂടാതെ വാടാതെ ഫ്രഷായിട്ട് ഉപയോഗിക്കത്തക്ക തരത്തിലിരിക്കും. അതുപോലെ തന്നെ ഈ വൈറ്റ് പൂവ് ഡൈ ചെയ്ത് അതേ മെത്തേഡിൽ വിവിധ കളറുകളിലേക്ക് ഡൈ ചെയ്തും എടുക്കാം. ഒരു കസ്റ്റമർ വന്നിട്ട് ബ്ലൂ കളറ് 100 പൂ വേണമെന്ന് പറഞ്ഞാൽ 100 വൈറ്റ് പൂ എടുത്തിട്ട് ഇത് കറക്റ്റ് കട്ട് ചെയ്ത് ഡൈ വെള്ളത്തിൽ കലക്കി ആ ബക്കറ്റിൽ മുക്കി വെച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഫ്ലവറെല്ലാം ബ്ലൂ ആവും. ഒരു ദിവസം ഒരാൾക്ക് 1500 പൂക്കൾ വരെ 10 വീതമുള്ള ബഞ്ചുകളാക്കാൻ സാധിക്കും. പൂഞ്ഞെട്ടിൻ്റെ ചുവടറ്റം വെള്ളത്തിൽ മുക്കി വച്ചിരുന്നാൽ 15 ദിവസത്തോളം പൂവുകൾ വാടാതിരിക്കും. ഒരു പൂവിന് 5 മുതൽ 15 രൂപ വരെ വില ലഭിക്കും. 50 സെന്റ് ഭൂമിയുണ്ടെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് 25,000 പൂക്കൾ ലഭിക്കുമെന്നാണ് രാധാകൃഷ്ണൻ നായർ പറയുന്നത്. ദേവസ്വം ബോർഡിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി വിരമിച്ച രാധാകൃഷ്ണൻ നായർ നേരത്തെ തന്നെ കൃഷി തൽപരനായിരുന്ന ആളാണ്. പച്ചക്കറി കൃഷിയിൽ ആരംഭിച്ച് 2014 മുതൽക്കാണ് ഇദ്ദേഹം ജർബറ കൃഷിയിലേക്ക് വന്നത്. ബാംഗ്ലൂരിൽ നിന്നെത്തുന്ന പൂക്കളേക്കാൾ മുഴുപ്പും തുടുപ്പും ഈ പൂക്കൾക്കുണ്ടെന്ന്
പുഷ്പപ്രേമികളുടെ അംഗീകാരവും ഇദ്ദേഹത്തിനുണ്ട്. നൂറുമേനി പ്രേക്ഷകരുടെ മിഴിയും മനവും കവരുന്ന മഞ്ഞയും ചെമപ്പും വെള്ളയും മജന്തയും വർണ്ണങ്ങളുടെ ഈ ദൃശ്യവിരുന്ന് നമുക്ക് സമ്മാനിച്ച് വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന രാധാകൃഷ്ണൻ നായരുടെ കർമ്മരംഗം പക്ഷേ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇരുപത് ലിറ്ററോളം വീതം പാൽ നൽകുന്ന നല്ല ഇനം 2 പശുക്കൾ ഇദ്ദേഹത്തിനുണ്ട്. താറാവ്, നാടൻ കോഴി, കരിങ്കോഴി, പോരുകോഴി, വൻവാത്ത് ഇതെല്ലാം ഈ സൗപർണികയെ സമൃദ്ധമാക്കുന്ന അന്തേവാസികൾ. ഒപ്പം പോത്ത്, എരുമ. ആടുവളർത്തലാണ് ഇപ്പോൾ ഏറെ ലാഭകരമായി അനുഭവപ്പെടുന്നത്. വിവിധ ഇനം ആടുകളെ നമുക്കിവിടെ കാണാം. സിരോഹി, മലബാറി, പഞ്ചാബ് ബീറ്റിൽ, അട്ടപ്പാടി ബ്ലാക്ക്, ജമുന പാരി എല്ലാം രാധാകൃഷ്ണൻ നായരുടെ സൗഭാഗ്യങ്ങൾ. പഴയ പച്ചക്കറി കൃഷിയുടെ ഓർമ്മയ്ക്കായി കുറെ വാഴകൾ, പിസ്റ്റ, പീനട്ട് ഇവയെല്ലാം ഇപ്പോഴുമുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏവർക്കും അനുകരണീയമായ സമൃദ്ധവും സമ്പുഷ്ടവുമായ ഒരു സമ്മിശ്ര കൃഷിരീതി. വെള്ളനാട് കൃഷിഭവന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സാങ്കേതിക സാമ്പത്തിക സഹകരണം രാധാകൃഷ്ണൻ നായർക്ക് അനുസ്യൂത പ്രോത്സാഹനം. ദുഷ്കരം, സാഹസികം എന്നെല്ലാം വിചാരിച്ച് പുഷ്പകൃഷിയിൽ പരീക്ഷണം നടത്താൻ അറച്ചു നിൽക്കുന്ന കേരള കർഷകർക്കായി രാധാകൃഷ്ണൻ നായരുടെ സന്ദേശം: ഉണരുക, സധൈര്യം മുന്നോട്ടു വരിക, കേരളം പുഷ്പ സ്വയം പര്യാപ്തമാകട്ടെ. ഈ ജീവിത നൗക CR രാധാകൃഷ്ണൻ നായർക്ക് സ്വന്തം. കൂടുതൽ വിവരങ്ങൾക്ക് രാധാകൃഷ്ണൻ നായർ, ഫോൺ 9447902808. കാർഷിക വാർത്ത. ശാസ്ത്രമേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാനമൊരുക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ ലോകോത്തര ബയോസേഫ്റ്റി ലബോറട്ടറി പാലോട് ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ക്യാമ്പസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. 4 കോടിയിലേറെ രൂപ പൂർണ്ണമായും സർക്കാർ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചാണ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഈ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. പാൽ, പച്ചക്കറി ഉൽപ്പാദന രംഗത്തെന്ന പോലെ മറ്റു മേഖലകളിലും അടിസ്ഥാന സൗകര്യമൊരുക്കി സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള സംരംഭങ്ങൾക്ക് വമ്പിച്ച ജനപിന്തുണ ലഭിച്ചിട്ടുള്ളതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. ലാബറട്ടറി സമുച്ചയം, ബയോസേഫ്റ്റി ലെവൽ 2 സുരക്ഷാ സംവിധാനമുള്ള ഈ ലാബറട്ടറി, അത് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. ഞാൻ ലോകത്ത് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന ഏറ്റവും വിവിധ മേഖലകളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾ, പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ പലതിൻ്റെയും സാരഥികൾ അല്ലെങ്കിൽ പലതിൻ്റെയും
നിയന്ത്രണം നമ്മുടെ ഇവിടെ നിന്നുള്ള സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കെ.പി. മോഹനൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. പാലോട് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഹാൻഡ്ബുക്കിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നിർവഹിച്ചു. മോളിക്യുലാർ ബയോളജിക്കൽ ലാബിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി നിർവഹിച്ചു. വൈറൽ രോഗങ്ങളെ സ്ഥിരീകരിക്കുന്നതിനുള്ള സെൽ കൾച്ചർ ലാബിന്റെ ഉദ്ഘാടനം കോലിയക്കോട് കൃഷ്ണൻ നായർ എം.എൽ.എയും ആന്റിബയോട്ടിക് മരുന്നുകൾ, കീടനാശിനികൾ എന്നിവയുടെ അതിപ്രസരം പരിശോധിക്കുന്നതിനുള്ള റെസിഡ്യൂവൽ അനാലിറ്റിക്കൽ ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. മധുവും നിർവഹിച്ചു. VIP ഗസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് കെ.പി. ചന്ദ്രനും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള ബയോമെഡിക്കൽ ഇൻസിനറേറ്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി. അജിത് കുമാറും നിർവഹിച്ചു. കാംകോ ചെയർമാൻ ചാരുപാറ രവി, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ എസ്. ചന്ദ്രൻകുട്ടി, പാലോട് IAH ആൻഡ് VB ഡയറക്ടർ ഡോക്ടർ NN ശശി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി രാവിലെ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികളിലെ ബയോ കണ്ടെയ്ൻമെന്റ് എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ നടന്നു. ഭോപ്പാൽ NIHSAD പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഹർഷദ് മുരുഖർ, ബാംഗ്ലൂർ IAH ആൻഡ് VB ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ശോഭ റാണി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കേരള V&A സയൻസസ് യൂണിവേഴ്സിറ്റി വെറ്റിനറി പബ്ലിക് ഹെൽത്ത് വിഭാഗം മേധാവി ഡോക്ടർ C. ലത മോഡറേറ്റർ സ്ഥാനവും പാലോട് IAH ആൻഡ് VB ഡയറക്ടർ അധ്യക്ഷ സ്ഥാനവും അലങ്കരിച്ചു. ബാംഗ്ലൂർ SRDCയിലെ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ MD വെങ്കിടേഷ് സെമിനാറിന്റെ ഉദ്ഘാടനവും പാലോട് IAH ആൻഡ് VBയിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ തിയോഡോർ ജോൺ നന്ദി പ്രകാശനവും നിർവഹിച്ചു.